ഹനുമാന് ശ്രീരാമനോടുള്ള ഭക്തിക്കും സ്നേഹത്തിനും യാതൊരു വിധത്തിലുമുള്ള പരിധിയുമില്ലായിരുന്നു. ശ്രീരാമൻ നൽകിയ മുദ്രമോതിരവുമായി ഹനുമാൻ ലങ്കയിലെത്തിയത് ഒരു രാത്രി സമയത്തായിരുന്നു. ആയുധധാരികളായ പടയാളികൾ രാവും പകലും കാവൽ നിൽക്കുന്ന രാവണ രാജധാനിയിലേക്ക് അപരിചിതർക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഹനുമാൻ ഒരു സാധാരണ കുരങ്ങന്റെ രൂപം ധരിച്ചതിനാൽ അദ്ദേഹത്തെ ആരും തടഞ്ഞില്ല. ഹരേ രാമ, ഇതുവരെ സീതാമാതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ, ഇനി എന്തു ചെയ്യും? രാവണൻ സീതയെ കൊട്ടാരത്തിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ധരിച്ച് ഹനുമാൻ കൊട്ടാരത്തിലെ ഓരോ മുറിയിലും കയറി പരിശോധിക്കുവാൻ തുടങ്ങി. പക്ഷേ സീതാമാതാവിനെ കണ്ടെത്താൻ ഹനുമാന് കഴിഞ്ഞില്ല. ഇവിടെ മുഴുവൻ സുന്ദരികളായ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. ഇവർക്കിടയിൽ നിന്ന് സീതാമാതാവിനെ എങ്ങനെ കണ്ടെത്താനാണ്? ഏതായാലും ഇവിടെ അമ്മ ഉണ്ടാവാൻ വഴിയില്ല. അമ്മയെ കണ്ടെത്താതെ ഞാൻ എങ്ങനെ എൻ്റെ സ്വാമിയുടെ മുഖത്ത് നോക്കും? അങ്ങനെ വന്നാൽ ഞാൻ മരിക്കും. ഹനുമാൻ നിരാശനായെങ്കിലും രാമനാമം ജപിച്ച് ശാന്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. രാമ 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 രാമ. അദ്ദേഹം വീണ്ടും സീതാമാതാവിനെ തേടുവാൻ തുടങ്ങി. ഇനി എന്താണ് വഴി? അമ്മയെ കണ്ടുപിടിക്കാതെ തിരിച്ചു ചെന്നാൽ സുഗ്രീവ മഹാരാജാവ് എന്നെ വധിക്കും. ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാതെ ചെല്ലുന്നതിലും ഭേദം ഇവിടെ തന്നെ മരിക്കുന്നതാണ്. ഹരേ രാമ. ഹനുമാൻ തന്റെ തിരച്ചിലിനിടയിൽ ഒരു പൂന്തോട്ടത്തിലൂടെ കടന്നുപോയി. ഹോ, ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും നോക്കിയില്ലല്ലോ. ഏതായാലും ഇവിടെയും ഒന്ന് നോക്കാം. ആ തോട്ടം നിറയെ അശോകമരങ്ങളായിരുന്നതിനാൽ അതിന് അശോകവനി എന്നായിരുന്നു പേര്. അദ്ദേഹം ഒരു മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിച്ചാടിയാണ് സഞ്ചരിച്ചത്. ഒരു വലിയ മരത്തിന്റെ മുകളിലെത്തിയപ്പോൾ അതിന്റെ താഴെ അതിസുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നത് കണ്ടു. ചുറ്റും കൂടി നിന്ന രാക്ഷസിമാരിൽ ത്രിജട എന്നൊരു രാക്ഷസി അവരെ സമാശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടി കരയാതെ, തീർച്ചയായും ശ്രീരാമൻ ഇവിടെ വന്ന് മകളെ രക്ഷിച്ചുകൊണ്ടുപോകും. വിഷമിക്കണ്ട മകളെ. ഇത് കേട്ട ഹനുമാന് വളരെ സന്തോഷമായി. ഹനുമാൻ താഴേക്ക് ചാടാനൊരുങ്ങിയപ്പോൾ രാക്ഷസ രാജാവായ രാവണൻ സീതയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. സീത, നീ എന്നെ വിവാഹം കഴിച്ചേ മതിയാകൂ. രാവണ, മതിയാക്കൂ നിന്റെ ജൽപ്പനം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. എന്റെ സ്വാമി ഇവിടെ എത്തി എന്നെ രക്ഷിക്കും. അതോടെ നിന്റെ അന്ത്യവുമാകും. ആരെവിടെ? ഇനിയും എന്നെ അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ ഇവളെ കൊന്നുകളഞ്ഞേക്കൂ. രാവണൻ പോയി കഴിഞ്ഞപ്പോൾ രാക്ഷസിമാരെത്തി സീതയെ ഉപദേശിക്കുവാൻ തുടങ്ങി. നമുക്കിവളെ കൊല്ലാം. നമ്മുടെ മഹാരാജാവിനോട് ഇവൾ പെരുമാറിയത് കണ്ടില്ലേ? ഹനുമാൻ ഇത് കേട്ടു. എനിക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റിയ ശരിയായ സമയം ഇതാണ്. ഹനുമാൻ രാക്ഷസിമാർക്കിടയിലേക്ക് ചാടി വീണു. കുരങ്ങനെ കണ്ടതോടെ എല്ലാ രാക്ഷസിമാരും പേടിച്ച് നാലുപാടും ഓടാൻ തുടങ്ങി. രാവണ, നീ ഏത് വേഷം ധരിച്ചു വന്നാലും എന്നെ വശത്താക്കാൻ നിനക്കാവില്ല. പോകൂ, ദൂരെ പോകൂ. അമ്മേ, ഞാൻ രാവണനല്ല, ശ്രീരാമന്റെ വിനീതദാസനായ ഹനുമാനാണ്. അമ്മയെ കണ്ടെത്താനാണ് ഞാൻ വന്നത്. പച്ചക്കള്ളം. നിന്നെ രാമൻ അയച്ചതാണെങ്കിൽ ഈ വലിയ സമുദ്രം നീ എങ്ങനെ കടന്നു? അമ്മേ, എന്റെ സ്വാമി തന്നയച്ച ഈ മുദ്രാമോതിരം നോക്കിയാലും. ഹനുമാൻ നൽകിയ മുദ്രമോതിരം കണ്ടതോടെ സീതയുടെ മുഖം വിടർന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണു നിറഞ്ഞു. ഹനുമാൻ, ഈ ദിനത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സീത തന്റെ തലയിലണിഞ്ഞ ഒരു ആഭരണം എടുത്ത് ഹനുമാന് നൽകി. ഇതെന്റെ സ്വാമിക്ക് നൽകിയിട്ട് അങ്ങ് പറയണം, ഞാൻ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണെന്ന്.
ശരി അമ്മേ. പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകും മുൻപ് ശ്രീരാമചന്ദ്ര മഹാരാജാവിന്റെ ശക്തി ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പേടിക്കണ്ട, അത് അമ്മയെ ബാധിക്കില്ല. ഹനുമാൻ അവിടെയുള്ള മരങ്ങളൊക്കെ പിഴുതെറിയുവാൻ തുടങ്ങി. സീതയിരിക്കുന്ന ഭാഗമൊഴികെ ആ പൂങ്കാവനം മുഴുവൻ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന രാക്ഷസിമാരെ കടിക്കുവാനും ഉറക്കെ അലറുവാനും തുടങ്ങി. കോപാകുലനായ ഹനുമാൻ പറഞ്ഞു, ഞാൻ ശ്രീരാമന്റെ സേവകനാണ്. ഞാൻ രാവണനെ വിഴുങ്ങും, ലങ്ക നശിപ്പിക്കും. ആരുണ്ടെന്നെ തടുക്കാൻ? ഇങ്ങനെ ഉറക്കെ അലറിക്കൊണ്ട് ഹനുമാൻ ആ പ്രദേശം മുഴുവൻ മരുഭൂമി പോലെ ആക്കിക്കളഞ്ഞു. ഈ വാർത്ത രാവണന്റെ ചെവിയിലെത്തി. ആരവിടെ? ഭടന്മാരെല്ലാം എന്താണ് ചെയ്യുന്നത്? ഒരു കുരങ്ങനെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നോ? അവനെ പിടിച്ചു കെട്ടി വേഗം ഇവിടെ കൊണ്ടുവരൂ. സൈന്യാധിപന്മാർ ഒരു വ്യൂഹം സൈന്യവുമായി ഹനുമാനെ ആക്രമിക്കുവാൻ ചെന്നെങ്കിലും അദ്ദേഹം അവരെ തോൽപ്പിച്ചോടിച്ചു. പരാജിതരായ സൈന്യാധിപന്മാരെ കണ്ട രാവണൻ പൊട്ടിത്തെറിച്ചു. നാണമില്ലേ നിങ്ങൾക്ക്? ഇനി മേലിൽ എന്റെ മുന്നിൽ വരരുത്. കടക്ക് പുറത്ത്. അച്ഛാ, എന്നെ പുറത്തു പോകാൻ അനുവദിക്കണം. ഞാൻ പോയി ആ കുരങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാം. പക്ഷെ ഹനുമാനെ പിടികൂടുക അത്ര എളുപ്പമല്ലെന്ന് വൈകാതെ ഇന്ദ്രജിത്തിനും മനസ്സിലായി. എന്നാൽ ഹനുമാനാകട്ടെ തൽക്കാലം കളി മതിയാക്കാൻ തീരുമാനിച്ചു. ഇനി ഈ കളി മതിയാക്കാം. രാവണനെ നേരിൽ കാണാൻ സമയമായി. അതുകൊണ്ട് പിടികൊടുത്തു കളയാം. ഇന്ദ്രജിത്തിന് പിടിക്കാൻ പാകത്തിന് ഹനുമാൻ അനങ്ങാതെ നിന്നുകൊടുത്തു. ഇന്ദ്രജിത്ത് ഹനുമാനെ ഒരു കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി രാവണന്റെ മുന്നിലെത്തിച്ചു. ഹനുമാനെ കണ്ട രാവണന് ദേഷ്യം ഇരട്ടിച്ചു. അപ്പോൾ നീയാണ് രാവണ രാജധാനിയിൽ കിടന്ന അശോകവനം നശിപ്പിച്ച വീരൻ? അതെ, ഇതൊരു മുന്നറിയിപ്പ് മാത്രം. സീതാമാതാവിനെ ശ്രീരാമചന്ദ്ര മഹാരാജാവിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചില്ലെങ്കിൽ ഈ രാജ്യം തന്നെ ഞങ്ങൾ നശിപ്പിക്കും. ആരെവിടെ? ഈ ധിക്കാരിയുടെ വാലിൽ തുണി ചുറ്റി എണ്ണയിൽ മുക്കി തീ കൊളുത്തിവിടൂ. പടയാളികൾ ഉടൻ തന്നെ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റാൻ തുടങ്ങി. ഓരോ തവണ ചുറ്റുമ്പോഴും വാലിന്റെ നീളം കൂടിക്കൂടി വന്നു. മതി, ഇനി വേഗം തീ കൊളുത്തു. ഹനുമാൻ പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്തു. കെട്ടിയിരുന്ന കയറെല്ലാം നൂല് പോലെ പൊട്ടിച്ചെതറി. വാലിൽ കൊളുത്തിവിട്ട തീയുമായി ഹനുമാൻ ഉയർന്നു ചാടി. ആ തീയുമായി ഹനുമാൻ നഗരം മുഴുവൻ ചുറ്റി നടന്നു. കൊട്ടാരങ്ങളും വീടുകളും പൂന്തോട്ടങ്ങളും എല്ലാം ആ തീയിൽപ്പെട്ട് ചാരമായി. അശോകവനിയിൽ സീതയിരുന്ന ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ ഹനുമാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മടങ്ങും മുമ്പ് സമുദ്രത്തിൽ വാലുമുക്കി തീ കെടുത്തി. അഗ്നിഭഗവാൻ അനുഗ്രഹിച്ചിരുന്നതിനാൽ ഹനുമാന് ഒട്ടും പൊള്ളലേറ്റിരുന്നില്ല. എല്ലാം പൂർത്തിയാക്കി ഉറക്കെ ഗർജിച്ചുകൊണ്ട് ഹനുമാൻ ശ്രീരാമന്റെ അടുത്തേക്ക് തിരിച്ചു പറന്നു.